വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഭംഗിയായിട്ട് ഇരിക്കില്ല എന്നോ ഇല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി ക്യൂനാണെന്നോ അങ്ങനെയൊന്നും അല്ല. കാര്യം പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് എന്തായിരുന്നു ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഡാൻസും കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ക്ലാസിക്കൽ ഡാൻസ് ആയതുകൊണ്ട് അരമണ്ഡലത്തിൽ ഇരിക്കാനോ എണീക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾ വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒന്ന് തൂത്തുവാരിയാലോ ഇല്ലെങ്കിൽ വന്നിട്ട് ഒന്ന് തുടച്ചാലോ ഇല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്താലോ ഉടനെ കുറച്ച് നേരം ഇരിക്കണം. പിന്നെ സഹിക്കാൻ പറ്റാത്ത മുട്ടുവേദനയും മുതുകുവേദനയും ഒക്കെ ഭയങ്കരമായിരുന്നു. അപ്പം മോനും കൂടി ഉള്ളതുകൊണ്ട് അവനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനോ എടുക്കാനോ നടക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞിന് വന്നിട്ട് ഒരു 5 വയസ്സൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പം ആ സമയത്ത് കുറച്ചുകൂടി ചെറുതായിരുന്നുകൊണ്ട് അവൻ തനിച്ചൊന്നും ചെയ്യുകയൊന്നുമില്ല. അപ്പം അവനൊന്നും ചെയ്തു കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ. ഇറ്റ്സ് ഹോറിബിൾ. അപ്പോൾ വീട്ടിലെന്തെങ്കിലും നമ്മൾ വർക്കൊക്കെ ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവുക, ക്ഷീണിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം കുറച്ച് ആലോചിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ വെയിറ്റ് തന്നെയാണ് റീസൺ എന്നുള്ളത്. അപ്പം ഞാൻ കുറേ ഡ്രിങ്ക്സും അതും ഇതൊക്കെ ട്രൈ ചെയ്തു, ഒന്നും വർക്കൗട്ടായില്ല. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോർട്ട് കട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. മനസ്സിലായോ? എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതറിയാവുന്ന ആരോടെങ്കിലും, ഏതെങ്കിലും ഡയറ്റീഷ്യനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ സീനിയറായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാൻ ഫോളോ ചെയ്ത ഡയറ്റ് എന്ന് പറയുന്നത് GM ഡയറ്റാണ്. GM ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അത്ര ഈസിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് കംഫർട്ടാക്കി എടുത്ത് മാറ്റി ചെയ്ത് അങ്ങനെയൊക്കെയാണ് വെയിറ്റ് ലോസ് കുറയ്ക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. പ്രോപ്പർ GM ഡയറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡയറ്റ് ചാർട്ട് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം വന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കുക. നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഡിന്നറിന് ശേഷമാണോ മുമ്പാണോ എന്ന് ചോദിക്കരുത്. ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഡിന്നറും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം. ഓക്കെ. അപ്പം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഫ്രൂട്ട്സ് എടുക്കണമെന്നില്ല, നമുക്ക് ജ്യൂസസ് ആയിട്ട് എടുക്കാം, ഷേക്ക് ആയിട്ട് എടുക്കാം. എങ്ങനെയായാലും നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡ് ഡേ ആണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ആയാലും നമുക്ക് പല വിധത്തിൽ ചെയ്യാം. സാലഡ്സ് ആയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾ വേവിച്ചിട്ട് കഴിക്കാം, ഉപ്പേരി ആയിട്ട് കഴിക്കാം. അതൊക്കെ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. കുറച്ച് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പേരിയൊക്കെ ആയിട്ടാണെന്ന് വെച്ചാൽ എണ്ണയൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പം അതാണ് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദിവസം നമ്മൾ വെജിറ്റബിൾസ് കഴിക്കാം, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം, ജ്യൂസസ് കുടിക്കാം, അങ്ങനെയൊക്കെയാണ്. ഓക്കെ. നാലാമത്തെ ദിവസമാണെന്ന് വെച്ചാൽ ബനാന, അതേപോലെ പാല്, ഇതൊക്കെ യൂസ് ചെയ്യാം. കുറച്ചൊക്കെ പ്രോട്ടീൻസ് എടുത്തു തുടങ്ങുക. അഞ്ചാമത്തെ ദിവസം എല്ലാം മിക്സഡ് ആയിട്ട് കഴിക്കാം. നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പനീർ, അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. ആർക്കെങ്കിലും ഇതിൻ്റെ GM ഡയറ്റിൻ്റെ ഫുൾ ചാർട്ട് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ചാർട്ട് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാൽ, നിങ്ങൾ ഡയറ്റ് ചാർട്ടിലുള്ളത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1 വീക്ക് GM ഡയറ്റ് എടുക്കും, പിന്നെ ഒരാഴ്ച ഒരു ബ്രേക്ക് എടുക്കും, അടുത്ത ആഴ്ച വീണ്ടും എടുക്കും, വീണ്ടും അടുത്ത ആഴ്ച ഒരു ബ്രേക്ക് എടുക്കും. അങ്ങനെ ഒരാഴ്ച എടുത്താൽ അടുത്ത ആഴ്ച എടുക്കില്ല, ഒരാഴ്ച എടുത്താൽ അടുത്ത ആഴ്ച എടുക്കില്ല, അങ്ങനെയായിരുന്നു. കാരണം എൻ്റെ ഒരു ബോഡി കണ്ടീഷൻ അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, ലൈഫിൽ വന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ടീ ആണ്. മോർണിംഗ് ടീ ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ഈവനിങ്ങും മോർണിംഗും എനിക്ക് ടീ മസ്റ്റാണ്. അപ്പം അതാവുമ്പോൾ ഡയറ്റ് പ്രകാരം വെച്ചാൽ നമുക്ക് ടീ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ടീയുടെ അളവ് കുറച്ചു, മെഷർമെൻറ്റ്. അതായത് ഞാൻ 3, 4, 5, 6 ടീ കുടിച്ചിരുന്ന ഞാൻ 1 ടീയിലോട്ടോ 2 ടീയിലോട്ടോ ഒതുങ്ങാണ് ചെയ്തത്. പിന്നെ വന്നിട്ട് കുറച്ചുകൂടി ബ്ലാക്ക് ടീ ഒക്കെ എടുക്കാൻ തുടങ്ങി, മിൽക്കിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യരുത്. അതേപോലെ
അതായത് നമ്മൾ റെഗുലറായിട്ട് നമ്മളെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഇല്ലേ? അപ്പം അത് പ്രകാരം നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് പെട്ടെന്ന് ഷുഗർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ റൈസൊക്കെ കംപ്ലീറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഈ ഡയറ്റ് കുറച്ചുകൂടി ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പം ചായ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളവരൊക്കെ എന്നെ പോലെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ചായയുടെ മെഷർമെൻറ്റ് അളവ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അപ്പം അളവ് കുറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഷുഗറിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കുറയ്ക്കാം, അളവ് കുറച്ചിട്ട് കഴിക്കാം. അല്ലാതെ മൊത്തത്തിൽ നമ്മൾ ടോട്ടലി ഡയറ്റ് പറഞ്ഞ മാതിരി ഫ്രൂട്ട്സും വെജിറ്റബിളും അങ്ങനെ തന്നെ വന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ, സെക്കൻഡ് ഡേ വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുള്ളൂ, അങ്ങനെ ഫോളോ ചെയ്യരുത്. അങ്ങനെ ഫോളോ ചെയ്താൽ ഫെയിൻ്റായിട്ട് താഴെ വരും. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണം, അത് സത്യം തന്നെയാണ്. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണം, ഇഷ്ടമുള്ളതൊക്കെ എൻജോയ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ GM ഡയറ്റ് കറക്റ്റായിട്ട് അതേപടി ഫോളോ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയില്ല. പക്ഷേ ഒരു 75-80% നിങ്ങളത് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ഡയറ്റ് തന്നെയാണ് GM ഡയറ്റ്. ഇതൊക്കെ സത്യം തന്നെയാണ്. ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാണ് അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവും. കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏതൊരു കാര്യമായാലും നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും? അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡയറ്റിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ ശരീരത്തിൽ കുറച്ച് ഫാറ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ഭക്ഷണം നമ്മൾ കൺട്രോൾഡ് ആയിട്ട് കുറയ്ക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ ശരീരം ബാക്കി നമ്മളുടെ ദേഹത്തുള്ള ഫാറ്റ് വന്നിട്ട് അതിനു വേണ്ടി യൂസ് ചെയ്യുമെന്നാണ് പറയുക. പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്നാണ് പറയുക. അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മളൊരു ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കൺട്രോൾ ചെയ്യുന്നതിനൊപ്പം നമ്മൾ എന്ത് ഇൻഡ്യൂസ് ചെയ്യണം ശരീരത്തിലോട്ട്? പ്രോട്ടീൻസ് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഫ്രൂട്ട്സ് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതായത് GM ഡയറ്റിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് നമുക്ക് എന്താണ്? ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കൂടെ നമ്മൾ ഫുഡിൻ്റെ കൂടെ മാക്സിമം ഫ്രൂട്ട്സ് കൂട്ടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കാലത്ത് നമ്മൾ കഴിക്കുന്ന 4 ഇഡ്ഡലിയാണ് വെച്ചാൽ 2 ഇഡ്ഡലിയും ആ 2 ഇഡ്ഡലിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. ലഞ്ചിനായാലും അങ്ങനെ തന്നെ. സെക്കൻഡ് ഡേ GM ഡയറ്റ് പ്രകാരം പറയുന്നത് വെജിറ്റബിൾസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫുഡിൻ്റെ കൂടെ മാക്സിമം വന്നിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എ പ്ലേറ്റ് ഓഫ് ഫുഡ് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് പറയില്ലേ? അപ്പോൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 3 പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക? വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. റൈസിൻ്റെ അളവ് ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ അളവോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാക്സിമം കുറയ്ക്കുക. 3-ാമത്തെ ദിവസമാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ മാക്സിമൈസ് ചെയ്യുക. നമ്മൾ സാധാരണ കഴിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫുഡ് നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അങ്ങനെ വേണം കഴിക്കാൻ. ഇതിൽ 5-ാമത്തെ ദിവസം നമ്മൾ പ്രോട്ടീൻസും വെജിറ്റബിൾസും ചേർത്താണ് കഴിക്കേണ്ടത്. അപ്പം നിങ്ങൾ എഗ്ഗും നോൺ വെജൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിലുള്ള പ്രോട്ടീൻസ് എടുക്കുക, പ്ലസ് വന്നിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അപ്പം 6-ാമത്തെ ദിവസം അങ്ങനെയാണ്. 7-ാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? റൈസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വന്നിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അളവ് വന്നിട്ട് മെഷർമെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മെഷർമെൻറ്റ് നമ്മൾ സൂക്ഷിച്ച് എടുത്ത് കഴിക്കുക. ഓക്കെ, അതാണ്. അല്ലാതെ ഇപ്പം ഒരു ഡയറ്റ് മാത്രം ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം വെറും ഫ്രൂട്ട്സ് വെച്ചോ വെറും വെജിറ്റബിൾസ് വെച്ചോ വെറും പ്രോട്ടീൻസ് വെച്ചോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കുറേ നാൾ ഒരു 45 ഡേയ്സ് നമ്മളൊരു കാര്യം ചെയ്താൽ അത് നമ്മളുടെ ഹാബിറ്റായിട്ട് മാറുമെന്നാണ് പറയുക. അപ്പം ഇത്രയും വർഷം നമ്മൾ കഴിച്ചിരുന്ന ഒരു ഫുഡിങ് സ്റ്റൈൽ വന്നിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ശരീരത്തിന് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് കുറച്ചിട്ട് അതിൻ്റെ കൂടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അധികമായിട്ട് ആഡ് ചെയ്യുക. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അതേപോലെ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കുറച്ചുകൂടി നല്ലതാണ് എന്ന് വെച്ചാൽ നമ്മളുടെ ജീരകവെള്ളം ഇല്ലേ, ജീരകവെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റാണ് കേട്ടോ. നോർമൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴായാലും നമ്മൾ വെള്ളം കുടിക്കില്ലേ, വെള്ളം കുടിക്കുന്നതിന് പകരം നമ്മൾക്ക് ജീരകവെള്ളം കുടിക്കാം. ജീരകവെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഡൈജസ്റ്റീവൊക്കെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ദഹനമൊക്കെ വന്നിട്ട്
നല്ല കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. അപ്പം വാട്ടറിന് പകരം നിങ്ങൾക്ക് ജീരകവെള്ളം വന്നിട്ട് എന്ത് ചെയ്യാം, കുടിക്കാം. നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് ജീരകവെള്ളം. അടുത്തത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മൾ നോർമൽ എക്സസൈസ് ചെയ്യണമെന്നോ ജുംബ ഡാൻസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ്. ഇപ്പം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മാക്സിമം വന്നിട്ട് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് ആ എക്സസൈസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഫൗണ്ടേഷനിലൊക്കെ വരുന്ന കുറച്ച് ഫുഡ് വർക്കും കാര്യങ്ങളൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ ഗുരു. അപ്പം ഗുരുവിൻ്റെ ഒരു എക്സ്ട്രാ പ്രാക്ടീസ് കൊണ്ടാണ് ഞാൻ മാക്സിമം ആ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നന്നായിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ എൻ്റെ ഡയറ്റ് കൺട്രോളിങ്ങുമാണ്. അപ്പം ഞാൻ ഡയറ്റ് കഴിഞ്ഞിട്ടും ഞാനൊരു ഫുഡിലൊരു ചെറിയൊരു കൺട്രോളിങ് ഉണ്ട്. നോർമലി നമ്മളിങ്ങനെ ഒരുപാട് നാൾ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫുഡിലൊരു കൺട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് പോകും. അപ്പം ഇത്രയും നാൾ നമ്മൾ ഡയറ്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവില്ല. കാര്യം നമ്മൾ ഒരുപാട് നാൾ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചല്ലേ, അപ്പം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഡയറ്റ് അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. ഒരുപാട് നമ്മൾ ഫ്രൈഡൊക്കെ കഴിക്കുമ്പോൾ അടുത്ത ദിവസം കുറച്ച് മൈൽഡായിട്ടൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോഴും നമ്മളുടെ വെയിറ്റ് വന്നിട്ട് കൺട്രോളായി പോകും. ഇടയ്ക്കൊക്കെ നമ്മൾ വെയിറ്റിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഒരു ആഴ്ച നമ്മൾ ഡയറ്റ് എടുത്തിട്ട് പിന്നെ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന മാതിരിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വീക്ക് നമ്മൾ ഡയറ്റ് എടുത്തിട്ട് ലാസ്റ്റ് ഡേ നമുക്ക് എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ അടുത്ത ആഴ്ച എടുക്കുമ്പോഴും നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഒരാഴ്ച വിടുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഒരാഴ്ച നമ്മൾ ഡയറ്റ് ചെയ്തു, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കുഴപ്പമില്ലാന്ന് നമ്മൾ വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എക്സസൈസും ചെയ്യാണ്ടിരുന്നാൽ എന്തുണ്ടാവും, തീർച്ചയായിട്ടും നമ്മൾ ആ ഒരാഴ്ച കഷ്ടപ്പെട്ടതിന് ഒരർത്ഥം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വീക്കിലും നമ്മൾ ഈ ഇതുപോലെ ഡയറ്റ് എടുക്കണില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഫുഡിൽ ഒരു ചെറിയൊരു കൺട്രോൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ലോസിന് വേണ്ടി വെയിറ്റിംഗ് മെഷീനിൽ വരെ നമ്മളുടെ വെയിറ്റ് എങ്ങനെയുണ്ടെന്ന് ട്രാക്ക് ചെയ്യണം, എക്സസൈസ് ട്രാക്ക് ചെയ്യണം. ഇതിനൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഡയറ്റ് പ്ലാൻ ഇല്ലാണ്ട് ചെയ്യാം. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളിത് ചെയ്യണമെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ അത്യാവശ്യമാണ്. അപ്പം ആ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ GM ഡയറ്റാണ്. കാര്യം പേഴ്സണലി ഞാനത് യൂസ് ചെയ്തിട്ട് വെയിറ്റ് കുറച്ചത് കൊണ്ടാണ് എനിക്ക് GM ഡയറ്റാണ്. GM ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ ചെറിയ കളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊരു 80% നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഡയറ്റ് എന്ന് പറയുന്നത് GM ഡയറ്റാണ്. കാരണം ഇതിൽ മെഡിസിൻസ് ഒന്നുമില്ല. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി യാതൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റോ ഇല്ലെങ്കിൽ വന്നിട്ട് ഒരു ഡ്രിങ്കോ അങ്ങനെയൊന്നും കുടിക്കാണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിൽ നമ്മളെ ലൈഫ് സ്റ്റൈലിലും ഫുഡിങ് സ്റ്റൈലിലും ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള വഴി ഇല്ല. അപ്പം GM ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ കണ്ടിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പല ടാബ്ലറ്റ്സും കഴിച്ച് പല ഡ്രിങ്ക്സും കഴിച്ചിട്ട് അങ്ങനെ ഒക്കെ വയ്യാണ്ട് വന്നിട്ടൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കാതിരിക്കുക ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റാണ്. ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ട് ഞാൻ വെയിറ്റ് കുറച്ച ഒരാളാണ്. ഈ ഒരു ഡയറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഈ ഡയറ്റ് അതുപോലെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്ന മാതിരി ചില ചേഞ്ചസ് ഒക്കെ വരുത്തി നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പം എല്ലാവരും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് ലേറ്റസ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.